എത്ര കോടിയായാലും അതൊരു തട്ടിപ്പായിട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ ഒരു വമ്പൻ തട്ടിപ്പ് സംസ്ഥാനത്ത് നടന്നു എന്നുള്ളതാണ് സെക്രട്ടറിയുടെ കായിക വകുപ്പിന്റെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുൻ കായിക മന്ത്രിയാണല്ലോ, എങ്ങനെയാണ് ഈ ഒരു എന്തിന്റെ പേരിൽ? മെസ്സിയുടെ പേരിൽ. മെസ്സി 126 കോടിയുടെ തട്ടിപ്പ് എന്നാണ്. എല്ലാം പുറത്തു വരട്ടെ. ഞാൻ പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഒരാളിനെ കുറ്റപ്പെടുത്താനോ ഒന്നും പോകുന്നേയില്ല. തട്ടിപ്പുണ്ടെങ്കിൽ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണം. അതിന് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തുകയും ചെയ്യണം. എന്താ തട്ടിപ്പെന്ന് എനിക്കറിയില്ല. കരാർ രേഖകളില്ല, സ്പോൺസർ സർക്കാർ എഗ്രിമെന്റ് ഇല്ല, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കായിക വകുപ്പിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുന്ന ഈ 126 കോടിയുടെ ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കട്ടെ. 126 കോടി ആയിക്കോട്ടെ, എത്ര കോടിയായാലും അതൊരു തട്ടിപ്പായിട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അന്വേഷണം നടത്തട്ടെ. ഉന്നതതല അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഉന്നതതല അന്വേഷണം എല്ലാം ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ലേ. സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി യുക്തമായ രൂപത്തിലുള്ള അന്വേഷണം നടത്തിയിരിക്കണം. അത് ജനങ്ങളെ ബോധ്യപ്പെട്ടു പോകും. ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത സമയത്തും അങ്ങയുടെ അഭിപ്രായം തേടിയിരുന്നു. ഇപ്പൊ KPCC അധ്യക്ഷ ചർച്ച സജീവമാവുകയാണ്. അങ്ങ് അഭിപ്രായം പറയൂ കൂടിക്കാഴ്ചകളിലൊക്കെ. സ്പീക്കർ നിഷ്പക്ഷമതിയല്ലേ? അത് സ്പീക്കർ നിഷ്പക്ഷമതിയാകട്ടെ. അതാണ് പക്വത വേണമെന്ന് പറഞ്ഞത്. ഞാൻ ആ പക്വത കാണിച്ചോണ്ടിരിക്കുകയല്ലേ. എന്തോ നിങ്ങൾ ആലോചിച്ചോ.